Audio Jungle. നമസ്കാരം വിബിസി പ്രാദേശിക വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മൃഗസംരക്ഷണ വകുപ്പ് സ്കൂളുകളിൽ നടപ്പാക്കുന്ന സ്കൂൾ പൗൾട്രി ക്ലബ് പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം പുറപ്പുഴയിൽ നടന്നു. മന്ത്രി പി.ജെ. ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മുട്ടം തോട്ടുംകര പാലത്തിന് സമീപമുണ്ടായ ഗർത്തം വീണ്ടും ഇടിഞ്ഞു താഴ്ന്നു. റോഡ് അപകട ഭീഷണിയിൽ. പട്ടിക വിഭാഗത്തിൽപ്പെട്ട 60ഓളം തൊഴിലാളികൾക്ക് തൊഴിലുറപ്പ് പദ്ധതി ജോലി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് ഇടവെട്ടിയിൽ തൊഴിലാളികൾ പഞ്ചായത്ത് സെക്രട്ടറിയെ തടഞ്ഞുവെച്ചു. കനത്ത മഴയെ തൊടുപുഴയിൽ വീണ്ടും വെള്ളക്കെട്ട്. ശക്തമായ മഴയെ തുടർന്ന് വൻ ഗതാഗത കുരുക്കും. മലയോര ജില്ലയായ ഇടുക്കിയിൽ വനംവകുപ്പിന് പിന്തുണയില്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്നും ഗൗരവമുള്ള വനനിയമത്തെ അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് എം പി പുച്ഛിച്ചു തള്ളുന്നതായും DCC പ്രസിഡന്റ് റോയ് കെ പൗലോസ്. വാർത്തകൾ വിശദമായി. മൃഗസംരക്ഷണ വകുപ്പ് സ്കൂളുകളിൽ നടപ്പാക്കുന്ന സ്കൂൾ പൗൾട്രി ക്ലബ് പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം പുറപ്പുഴയിൽ നടന്നു. പുറപ്പുഴ സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി പി.ജെ. ജോസഫ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ തല പൗൾട്രി ക്ലബ്ബുകളുടെ ജില്ലാതല ഉദ്ഘാടനം പുറപ്പുഴയിൽ നടന്നു. പുറപ്പുഴ സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിൽ നടന്ന ജില്ലാതല ഉദ്ഘാടനവും കോഴിക്കുഞ്ഞുങ്ങളുടെ വിതരണവും ജലവിഭവ വകുപ്പ് മന്ത്രി പി.ജെ. ജോസഫ് നിർവഹിച്ചു. കാർഷിക രാജ്യമാണെങ്കിൽ ബഹുഭൂരിപക്ഷം ആളുകളും കാർഷിക മേഖലയെ ആശ്രയിക്കുന്നു. വരും തലമുറയ്ക്കും ഇതിൽ താല്പര്യമുണ്ടാകും. കൃഷിയും മൃഗസംരക്ഷണവും ജവഹർലാൽ നെഹ്റു ഇത് പറയുണ്ടായി. ഇത് രണ്ടും ഒരു വണ്ടിയുടെ 2 ചക്രം പോലെയാണ്. ഒരു കാളവണ്ടിയുടെ 2 ചക്രം പോലെയാണ് കൃഷിയും മൃഗസംരക്ഷണവും. നമ്മുടെ പോഷകാഹാരത്തിന്റെ കുറവ് നികത്തുന്നത് പാലും മുട്ടയും മാംസവും പച്ചക്കറികളുമൊക്കെയാണ്. അതിൽ പാല് ഒരു സമീകൃത ആഹാരമാണ് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് മാത്രം പാല് ലഭിക്കുന്നില്ല. പാൽ ഉൽപാദനം വർദ്ധിക്കണം. അതുകൊണ്ട് ഒരു ക്ഷീര കർഷകനെ നമ്മളിന്ന് ആദരിക്കുന്നു, ശ്രീ P.C. ജോസഫിനെ. വിദ്യാർത്ഥികളെ മൃഗസംരക്ഷണ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരാക്കുക, മുട്ടയുടെയും മാംസത്തിന്റെയും ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക, കുട്ടികളിൽ സമ്പാദ്യശീലം വളർത്തുക എന്നീ ലക്ഷ്യത്തോടെ മൃഗസംരക്ഷണ വകുപ്പ് നടത്തുന്ന പൗൾട്രി ക്ലബ്ബ് പദ്ധതിയിൽ ജില്ലയിലെ 60ൽ പരം സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ അംഗങ്ങളാകും. പുറപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A.K. ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ K.J. മറിയാമ്മ മുഖ്യപ്രഭാഷണം നടത്തി. മികച്ച ക്ഷീരകർഷകനായ കഞ്ഞിക്കുഴി ബ്ലാത്തിക്കവല വെൺമണി പയ്യാലമുറിയിൽ P.C. ജോസഫിനെ ചടങ്ങിൽ വെച്ച് പൊന്നാടി അണിച്ച് ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ റെനീഷ് മാത്യു, മിനി ടോമി, ജോബി മാത്യു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോയി അഗസ്റ്റിൻ, ചീഫ് വെറ്റിനറി ഓഫീസർ R. ശ്രീനിവാസൻ, സ്കൂൾ മാനേജർ ഫാദർ ജോർജ് കാര്യമഠം, PTA പ്രസിഡന്റ് K. പൊൻരാജ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ K.T. ജോൺ സ്വാഗതവും പുറപ്പുഴ വെറ്റിനറി സർജൻ ഡോക്ടർ തോമസ് മണവാളൻ നന്ദിയും പറഞ്ഞു. ആരോഗ്യ പ്രവർത്തന രംഗത്ത് സംസ്ഥാനത്തെ മികച്ച നഗരസഭയ്ക്കുള്ള അവാർഡ് ലഭിച്ചതിൽ കൂട്ടായ്മയുടെ വിജയമാണെന്ന് നഗരസഭാ അധ്യക്ഷൻ A.M. ഹാരിത്. ആധുനിക പൊതുശ്മശാനം നിർമ്മിക്കാനായത് അവാർഡിന്റെ മാറ്റുകൂട്ടുന്നതായും ചെയർമാൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ആരോഗ്യ കേരളം പുരസ്കാരം 2013-14 ഇത് നഗരസഭകളിൽ തൊടുപുഴ നഗരസഭ ഒന്നാമതെത്തിയ കാര്യം ആദ്യമായി എല്ലാവരെയും സന്തോഷപൂർവ്വം അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ സാമ്പത്തിക വർഷക്കാലം 2013-14 ആരോഗ്യരംഗത്ത് തൊടുപുഴ നഗരസഭ ഏറ്റെടുത്ത് നടപ്പിലാക്കിയ പദ്ധതികൾ, ആ പദ്ധതികളുടെ ഒരു വിലയിരുത്തൽ നിന്നാണ് ബഹുമാനപ്പെട്ട കേരള ഗവൺമെൻറ് നഗരസഭയെ ഒന്നാമതായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ആരോഗ്യ പ്രവർത്തന രംഗത്ത് 2013-14 വർഷം സംസ്ഥാനത്തെ മികച്ച നഗരസഭയ്ക്കുള്ള അവാർഡ് ലഭിച്ചത് കൂട്ടായ്മയുടെ വിജയമാണെന്ന് നഗരസഭാ അധ്യക്ഷൻ A.M. ഹാരിത്.
മുൻ നഗരസഭാ അധ്യക്ഷൻ ടി.ജെ. ജോസഫ്, നഗരസഭാ ഉപാധ്യക്ഷ ഷീജ ജയൻ, ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ജോസഫ് ജോൺ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ നൈറ്റ്സി കുര്യാക്കോസ്, എം.എ. കരീം, ഡോക്ടർ റെജി ജോസ് എന്നിവർ പറഞ്ഞു. തൊടുപുഴ നഗരത്തിന്റെ റോഡിനിരുവശവും മാർക്കറ്റിലും കുന്നുകൂടിയ മാലിന്യ കൂമ്പാരങ്ങൾ കണ്ടുകൊണ്ടാണ് ഇപ്പോഴത്തെ കൗൺസിൽ അധികാരത്തിലെത്തിയത്. ഈച്ചയും ദുർഗന്ധവും മൂലം പരിസരത്തെങ്ങും താമസിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിന്നും ഡംപിംഗ് യാർഡിനെ മോചിപ്പിച്ച് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചത് കൗൺസിലിന്റെ ജനപങ്കാളിത്തത്തോടെയുള്ള പ്രവർത്തനങ്ങൾ മൂലമാണ്. ആരോഗ്യ പരിപാലന രംഗത്തുള്ള പ്രവർത്തനങ്ങൾക്ക് ആത്മാർത്ഥമായി സഹകരിച്ച മന്ത്രി പി.ജെ. ജോസഫ്, മുൻ എം.പി. പി.ടി. തോമസ്, നഗരസഭാ കൗൺസിലർമാർ, ട്രാക്ക് ഭാരവാഹികൾ, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ, താലൂക്ക് ആശുപത്രി ജീവനക്കാർ, മർച്ചന്റ്സ് അസോസിയേഷൻ, ലയൺസ് ക്ലബ് ഉൾപ്പെടെയുള്ള സാമൂഹ്യ സംഘടനകളെയെല്ലാം നന്ദി അറിയിക്കുന്നതായി നഗരസഭാ അധ്യക്ഷൻ പറഞ്ഞു. ഇടുക്കിയിൽ കോൺഗ്രസിന്റെ ശക്തി വിളിച്ചറിയിക്കുന്നതായിരുന്നു തൊടുപുഴയിൽ നടന്ന ജില്ലാ സ്പെഷ്യൽ കൺവെൻഷൻ. ഇതേക്കുറിച്ച് ഒരു റിപ്പോർട്ട്. തൊടുപുഴയിൽ ഉയർന്നത് കോൺഗ്രസ് ഐക്യകാഹളം. അണികളെ ആവേശത്തിലേക്ക് ഉയർത്തി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, കെ.പി.സി.സി പ്രസിഡന്റ് വി.എം. സുധീരൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എന്നിവർ നിറഞ്ഞു നിന്നു. തൊടുപുഴയിൽ നടന്ന ഇടുക്കി ജില്ലാ കോൺഗ്രസ് പ്രവർത്തക കൺവെൻഷനിൽ പങ്കെടുക്കാനാണ് മുഖ്യമന്ത്രിയും കെ.പി.സി.സി പ്രസിഡന്റും ആഭ്യന്തരമന്ത്രിയും തൊടുപുഴയിലെത്തിയത്. അണികളുടെ സജീവ സാന്നിധ്യവും പങ്കാളിത്തം കൊണ്ടും വിജയകരമായിരുന്നു സ്പെഷ്യൽ കൺവെൻഷൻ. രാവിലെ മുതൽ പ്രവർത്തകർ വിവിധ വാഹനങ്ങളിൽ തൊടുപുഴയിൽ എത്തിച്ചേർന്നു. സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പാർട്ടിയെ നയിക്കുന്ന വി.എം. സുധീരനും തൊടുപുഴയിൽ എത്തുന്നതിന്റെ ആവേശവും പാർട്ടി അണികളിൽ നിറഞ്ഞു നിന്നു. അണികൾക്കിടയിലൂടെ ജയ്വിളികളെ ഉൾക്കൊണ്ടുതന്നെ വേദിയിലേക്ക് നടന്ന നേതാക്കൾക്കും സന്തോഷമായിരുന്നു. അണികളുടെ പങ്കാളിത്തമായിരുന്നു ഇവരുടെ മുഖത്തും വാക്കുകളിലും. എന്നാൽ അണികളെ മുഴുവൻ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഹാളാണ് തെരഞ്ഞെടുത്തതെന്നതിൽ അല്പം വിഷമം അണികൾക്കുണ്ടായിരുന്നു. നേതാക്കളെ ഒരു നോക്ക് കാണാൻ കഴിയാതെ ഹാളിനു വെളിയിൽ നിന്നവരും വഴിയിൽ തിങ്ങിക്കൂടി നിന്നവരുമാണ് കൂടുതലും. അതുകൊണ്ട് തന്നെ വി.എം. സുധീരന്റെ വാക്കുകളിലും അണികളുടെ അസ്വസ്ഥത പ്രതിഫലിച്ചു. എന്നാൽ ഇതൊന്നും നേതാക്കളെയോ അണികളെയോ പിന്നോട്ടടിച്ചില്ല. നേതാക്കളുടെ ഉദ്ദേശലക്ഷ്യം തന്നെയായിരുന്നു അവരുടെ മനസ്സിലും. അത് തൊടുപുഴയിൽ പ്രതിഫലിച്ചു. എതിരാളികളുടെ മർമ്മം പിളർക്കുന്ന പ്രചാരണ നായകരായ മൂവരും അണികളുടെ മനസ്സ് കീഴടക്കുകയായിരുന്നു. അണികൾക്കിടയിലൂടെയാണ് വേദിയിലേക്ക് നേതാക്കൾ എത്തിച്ചേർന്നത്. ജയ്വിളികളുടെ ആവേശം ഹാളിനെ പ്രകമ്പനം കൊള്ളിച്ചു. ഗ്രൂപ്പിനതീതമായി പാർട്ടി ഒന്നാണെന്ന ആഹ്വാനമാണ് യോഗത്തിൽ നിറഞ്ഞു നിന്നത്. ഗ്രൂപ്പുകളെ മാറ്റി നിർത്തി സംഘടനാ തെരഞ്ഞെടുപ്പും പൂർത്തിയാക്കാനുള്ള ആഹ്വാനം. ബൂത്ത് തലം മുതൽ പ്രവർത്തകരുടെ കൂട്ടായ്മയിലേക്ക് ആഹ്വാനം ചെയ്യുന്ന നേതാക്കൾ. കെ.പി.സി.സി പ്രസിഡന്റ് ജനപക്ഷയാത്ര വിജയിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്ക് മുഖ്യമന്ത്രി വിരൽ ചൂണ്ടി. ഇത് പാർട്ടി പ്രവർത്തകരെ ഒന്നിപ്പിക്കാനും ആവേശം കൊള്ളിക്കാനുമുള്ള യാത്രയാണ്. ഇത് വിജയിപ്പിക്കേണ്ടത് പ്രവർത്തകരുടെ കടമയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമ്മേളനം കഴിയുന്നതുവരെ സുധീരന്റെയും രമേശ് ചെന്നിത്തലയുടെയും സാന്നിധ്യമുണ്ടായിരുന്നു. ഇത്തരമൊരു കൂടിച്ചേരൽ അണികൾക്ക് നൽകിയ ആവേശവും അഭിമാനവും ചെറുതല്ലെന്നും അവരുടെ വാക്കുകളിൽ നിറഞ്ഞു കാണാം. ഇത്തരം സമ്മേളനങ്ങൾ ഇനിയും ഉണ്ടാകുമെന്നാണ് ഇവർ വെളിപ്പെടുത്തുന്നത്. BBC ന്യൂസ്, തൊടുപുഴ. തൊടുപുഴയിലെത്തിയ കെ.പി.സി.സി പ്രസിഡന്റ് വി.എം. സുധീരൻ തൊടുപുഴയിലെ കോൺഗ്രസ് മന്ദിരമായ രാജീവ് ഭവൻ സന്ദർശിച്ചു. തുടർന്ന് നേതാക്കളുമായി ആശയവിനിമയം നടത്തി. കെ.പി.സി.സി വൈസ് പ്രസിഡന്റ് എ.കെ. മണി, ഡി.സി.സി പ്രസിഡന്റ് റോയ് കെ. പൗലോസ്, ഇബ്രാഹിംകുട്ടി കല്ലാർ, പി.പി. സുലൈമാൻ റാവുത്തൽ, കെ.വി. സിദ്ധാർത്ഥൻ, ജോൺ നെടിയപാല, ടി.ജെ. ജോസഫ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ബ്ലോക്ക് ജനറൽ കൂടി പാലത്തിന് വേദിയിട്ടില്ല. മുട്ടം തോട്ടുംകര പാലത്തിന് സമീപമുണ്ടായ ഗർത്തം വീണ്ടും ഇടിഞ്ഞു താഴുന്നു. കഴിഞ്ഞയാഴ്ചയാണ് പാലത്തോട് ചേർന്ന ഭാഗത്ത് ഗർത്തം രൂപപ്പെട്ടത്. ഗർത്തം മൂലം റോഡ് അപകട ഭീഷണിയിലായിരിക്കുകയാണ്. മുട്ടം തോട്ടുംകര പാലത്തിന് സമീപമുണ്ടായ ഗർത്തം വീണ്ടും ഇടിഞ്ഞു താഴ്ന്നു. നൂറുകണക്കിന് വാഹനങ്ങളും ആളുകളും സഞ്ചരിക്കുന്ന പാലത്തോട് ചേർന്നാണ് വിള്ളൽ ഉണ്ടായത്. കഴിഞ്ഞ ആഴ്ച മഴയോ മറ്റു കാലാവസ്ഥാ പ്രശ്നങ്ങളോ ഇല്ലാത്ത സമയത്താണ് പാലത്തോട് ചേർന്ന ഭാഗത്ത് ഗർത്തം രൂപപ്പെട്ടത്. ഈ ഭാഗത്തുള്ള ടാർ റോഡ് മണ്ണുൾപ്പെടെ 5 അടിയോളം താഴ്ന്ന നിലയിലാണ്. വാഹനങ്ങൾ ഒരു വശത്തു കൂടിയാണ് സഞ്ചരിക്കുന്നത്. സമീപ പ്രദേശങ്ങളിലെ കടകളും വിണ്ടുകീറിയെങ്കിലും കുഴി അടയ്ക്കാനെത്തിയ PWD ഉദ്യോഗസ്ഥർ ഇത് പരിശോധിച്ചില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഇത് ഉദ്ദേശം 60 വർഷം പഴക്കമുള്ള പാലമാണ്. 60 വർഷത്തിനുള്ളിൽ യാതൊരു മെയിൻ്റനൻസുകളും ഈ പാലത്തിന് ചെയ്തിട്ടില്ല. കഴിഞ്ഞ 2 ആഴ്ചക്കാലം മുമ്പാണ് ആദ്യത്തെ ഗർത്തം ഇവിടെ കണ്ടത്. ഇവിടെ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും മന്ത്രിതലത്തിൽ വരെ ഞങ്ങൾ വിളിക്കുകയും അറിയിക്കുകയും ചെയ്തതാണ്.
ഞങ്ങളിവിടെ രൂപകൊണ്ടിരിക്കുന്ന ടോപ്പിങ്കര പൗരസമിതിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന മറ്റ് ഇരുകൈനെ തടഞ്ഞതാണ്. തടഞ്ഞപ്പോൾ അവിടെ ആ പൗരസമിതിയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാതെ നടത്തേണ്ടി പോയി. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും ആ മറ്റ് അതിനകത്തേക്ക് കാണും. ഒരു ലോഡ് മറ്റ് മുഴുവൻ ഇതിനകത്ത് താഴെങ്കിൽ ഇതിൻ്റെ അടിയിൽ എത്രമാത്രം ഫോണുണ്ട് എന്ന് മനസ്സിലാക്കാൻ വലിയ സാങ്കേതിക വിദ്യയൊന്നും ഈ നാട്ടിലെ ആളുകൾക്ക് ആവശ്യമില്ല. പാലത്തോട് ചേർന്നുള്ള ഭാഗത്ത് വാട്ടർ അതോറിറ്റിയുടെ മലിനജലം ഒഴുക്കിക്കളയുന്നതിന് സ്ഥാപിച്ചിരുന്ന പൈപ്പ് പൊട്ടിച്ചു മാറ്റിയത് മൂലം പാലത്തിന്റെ കെട്ടിനുള്ളിലേക്ക് ഈ ജലം ഇറങ്ങി കെട്ടിനിൽക്കുന്നതാണ് പ്രശ്നകാരണം എന്നാണ് നാട്ടുകാർ പറയുന്നത്. ശബരിമലയ്ക്കുള്ള പ്രധാന വഴി ഉൾപ്പെടെ പാല, ഈരാറ്റുപേട്ട തുടങ്ങി പല സ്ഥലങ്ങളിലേക്കും പോകാൻ ആശ്രയിക്കുന്ന പാലത്തിനുണ്ടായ വിള്ളൽ നാട്ടുകാരെ ആശങ്കയിലാഴ്ത്തി. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കുഴികളുടെ സ്വഭാവം മനസ്സിലാക്കി പാലത്തിന്റെ അപകട ഭീഷണി മാറ്റുന്ന തരത്തിൽ വിഷയം പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സ്റ്റുഡിയോയിൽ കയറി ജീവനക്കാരനെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നടപടി വേണമെന്ന് ഓൾ കേരള ഫോട്ടോഗ്രാഫി അസോസിയേഷനും മർച്ചന്റ് അസോസിയേഷനും വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ചേലച്ചുവട് അലീന ഫോട്ടോഗ്രാഫി സ്റ്റുഡിയോയിലെ ജെറിൻ എന്ന ജീവനക്കാരനാണ് മർദ്ദനമേറ്റത്. ചേലച്ചുവട് അലീന സ്റ്റുഡിയോയിലെ ജീവനക്കാരൻ കട്ടിംഗ് കുളത്തിനാൽ ജെറിനെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നടപടി വേണമെന്നും കുറ്റക്കാരായി പോലീസുകാരെ മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്നും ഓൾ കേരള ഫോട്ടോഗ്രാഫി അസോസിയേഷനും മർച്ചന്റ് അസോസിയേഷനും സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കടയുടെ ഉടമയായ ജോബിയുടെ പേരിലുള്ള ഒരു പോലീസ് കേസുമായി ബന്ധപ്പെട്ട് ആ സ്ഥലത്തുണ്ടായിരുന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസാണ് ഇതിന് പോലീസ് കാരണം പറയുന്നത്. ഈ സംഭവത്തിൽ കാരണക്കാരായിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണമാണ് ഇതിൽ ഞങ്ങളുടെ സംഘടന ആവശ്യപ്പെടുന്നത്. ഇത് നടക്കും വരെ ശക്തമായ സമര പരിപാടികൾ ഞങ്ങൾ തുടരുന്നതായിരിക്കും. അന്വേഷണ സംഭവം വന്നുണ്ടായതിൻ്റെ പേരിൽ നിരപരാധികളായ വ്യാപാരികളെയും ഓട്ടോറിക്ഷ ഡ്രൈവർമാരെയാണ് അവർ പ്രതികളാക്കിയിരിക്കുന്നത്. ഇന്ന് രണ്ടുപേരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഓട്ടോറിക്ഷ ഡ്രൈവറായ അജി മാമ്പാറിയും മലഞ്ചരക്ക് വ്യാപാരിയായ സജി കരോട്ടുമലയും അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. സ്റ്റുഡിയോയിൽ കയറിയ പോലീസ് അകാരണമായി 20 വയസ്സ് മാത്രം പ്രായമുള്ള വിദ്യാർത്ഥി കൂടിയായ ജീവനക്കാരനെ മർദ്ദിക്കുകയും സ്റ്റുഡിയോയിൽ ഫോട്ടോ എടുപ്പിക്കുവാൻ എത്തിയ ആളെ അസഭ്യവർഷം നടത്തുകയും ചെയ്തതിന് ന്യായീകരണമില്ല എന്നും നേതാക്കൾ പറഞ്ഞു. ചെറുതോണിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ ഓൾ കേരള ഫോട്ടോഗ്രാഫി അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി റിജി ലെൻസുമാൻ, റോബിൻ എൻവിസ്, മർച്ചന്റ് അസോസിയേഷൻ ചേലച്ചുവട് യൂണിറ്റ് പ്രസിഡന്റ് മത്തച്ചൻ വയലിൽ, ജില്ലാ കമ്മിറ്റി അംഗം CR വിനോദ്, സെക്രട്ടറി രവീന്ദ്രൻ, ഓൾ കേരള ഫോട്ടോഗ്രാഫി അസോസിയേഷൻ ഭാരവാഹികളായ ഷാജി സൂര്യകാന്തി, മാത്തുക്കുട്ടി പൗവത്ത്, ബിജു ഗ്രേസ്, സജി യവഷയൻ തുടങ്ങി 30ഓളം പേർ പങ്കെടുത്തു. കുറ്റക്കാർക്കെതിരെ അടിയന്തരമായി നടപടി സ്വീകരിച്ചില്ല എങ്കിൽ സ്റ്റുഡിയോകൾ അടച്ചിട്ട് ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുതോണി. തൊടുപുഴ താലൂക്ക് വ്യാപാര വ്യവസായി സഹകരണ സംഘത്തിന്റെ 5ാമത് വാർഷിക പൊതുയോഗം നടന്നു. തൊടുപുഴ വ്യാപാര ഭവൻ ഹാളിൽ നടന്ന പൊതുയോഗം ഇടുക്കി ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റും മുൻ MLAയുമായ അഡ്വക്കേറ്റ് EM അഗസ്തി ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി സുബൈർ S മുഹമ്മദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. സഹകരണ സംഘം പ്രസിഡന്റ് മാരിയിൽ കൃഷ്ണൻ നായർ, വൈസ് പ്രസിഡന്റ് ടോമി വാളുകുളം, ഭരണസമിതി അംഗങ്ങളായ ജിജി കുര്യൻ, ജോസഫ് സെബാസ്റ്റ്യൻ, MG ദിലീപ്, ബേബി മുണ്ടുവിളിൽ, ലാലി വിജയൻ എന്നിവർ പ്രസംഗിച്ചു. പട്ടിക വിഭാഗങ്ങൾക്ക് ജോലി നിഷേധിച്ചു എന്നാരോപിച്ച് ഇടവെട്ടി പഞ്ചായത്തിൽ സെക്രട്ടറിയെ തടഞ്ഞുവെച്ചു. തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചും തടഞ്ഞുവെച്ച മസ്റ്റ്രോൾ നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ സെക്രട്ടറിയെ തടഞ്ഞുവെച്ചത്. പട്ടികവർഗത്തിൽപ്പെട്ട 60ഓളം തൊഴിലാളികൾക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചും തടഞ്ഞുവെച്ച മസ്റ്റ്രോൾ നൽകണമെന്ന് ആവശ്യപ്പെട്ടും തൊഴിലാളികൾ ഇടവെട്ടി പഞ്ചായത്ത് സെക്രട്ടറിയെ തടഞ്ഞുവെച്ചു. പഞ്ചായത്തിലെ 4, 5, 6, 11 വാർഡുകളിലെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട തൊഴിലാളികൾക്ക് ഒരു തൊഴിൽ ദിനം പോലും അനുവദിക്കാൻ അധികൃതർ നടപടി സ്വീകരിച്ചിരുന്നില്ല. തൊഴിൽ ആവശ്യപ്പെട്ട് തൊഴിലാളികൾ നൽകിയ അപേക്ഷ പരിഗണിച്ച് BDO മസ്റ്റ്രോൾ നൽകിയിരുന്നെങ്കിലും ഭരണകക്ഷി മെമ്പർമാർ ഇടപെട്ട് ഇത് തടഞ്ഞുവെച്ചുവെന്നും ഇവർ ആരോപിക്കുന്നു. തടഞ്ഞുവച്ചിരിക്കുന്ന മസ്റ്റർ റോൾ നൽകുമെന്നും ഒക്ടോബർ 6-നകം ജോലി പുനരാരംഭിക്കുമെന്നും അധികൃതർ നൽകിയ ഉറപ്പിന്മേൽ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. ജനപ്രതിനിധികളായ TM മുജീബ്, ബീന ചാക്കോ, ദീപ സന്തോഷ്, CPM ലോക്കൽ സെക്രട്ടറി KP ഷംസുദ്ദീൻ, രാഗിണി കുര്യാച്ചൻ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. SFI പ്രവർത്തകരെ മർദ്ദിച്ച യൂത്ത് കോൺഗ്രസുകാരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രവർത്തകർ നടത്തിയ മാർച്ച് മൂന്നാറിൽ പോലീസ് തടഞ്ഞു.
തുടർന്ന് MLA S രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന റോഡ് ഉപരോധിച്ചു. ഗവൺമെന്റ് കോളേജിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ആക്രമണത്തിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് SFIയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രകടനം പോലീസ് തടഞ്ഞു. പോലീസിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് S രാജേന്ദ്രൻ MLA അടക്കമുള്ള CPM നേതാക്കൾ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ 1 മണിക്കൂറോളം കുത്തിയിരിപ്പ് സമരം നടത്തി. കഴിഞ്ഞ 25-നാണ് കോളേജിൽ SFI KSU പ്രവർത്തകർ തമ്മിലുണ്ടായ തർക്കം യൂത്ത് കോൺഗ്രസ് DYFI സംഘർഷമായി മാറിയത്. വിദ്യാർത്ഥികളടക്കം നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു. അന്നു വൈകിട്ട് അതിന്റെ പേരിൽ DYFI പ്രവർത്തകർ മൂന്നാർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാത ഉപരോധിച്ചിരുന്നു. കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യുമെന്ന ഉറപ്പിന്മേൽ അന്ന് ഉപരോധം അവസാനിപ്പിച്ചത്. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും സംഭവത്തിൽ പോലീസ് നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് തിങ്കളാഴ്ച കോളേജിൽ നിന്ന് SFIയുടെ നേതൃത്വത്തിൽ പ്രകടനം ആരംഭിച്ചത്. പ്രകടനം പോലീസ് സ്റ്റേഷന് മുന്നിലെത്തിയപ്പോൾ പോലീസ് തടഞ്ഞു. പ്രകടനം നടത്താൻ DYSPയോട് MLA അനുമതി ആവശ്യപ്പെട്ടെങ്കിലും നിഷേധിക്കുകയായിരുന്നു. തുടർന്നാണ് MLA അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ ദേശീയപാതയിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത്. പിന്നീട് പ്രവർത്തകരെ നീക്കം ചെയ്ത് സ്റ്റേഷനിലെത്തിച്ചു. സംഘർഷത്തിൽ ഏർപ്പെട്ട വിദ്യാർത്ഥികളെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന പോലീസിന്റെ ഉറപ്പിന്മേലാണ് പ്രവർത്തകർ പിരിഞ്ഞുപോയത്. BBC ന്യൂസ് ഇടുക്കി.